നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പല ആളുകൾക്കും ആധാർ കാർഡിൽ പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ പതിപ്പിക്കുമ്പോൾ ഫിംഗർ മെഷീൻ പതിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റു ചില ആളുകൾക്ക് OTP വരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മറ്റു ചില ആളുകൾക്കെല്ലാം നമ്മൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ വിരൽ പതിപ്പിക്കുമ്പോഴെല്ലാം നമ്മുടെ വിരൽ മെഷീനിൽ പതിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നിങ്ങനെ ആധാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് എങ്ങനെയാണ് അത് പരിഹാരം കാണുക, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റു ഓൺലൈൻ സെൻ്ററുകളിലോ പോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഒന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് തന്നെ ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും. ചെറിയ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ പ്രായത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നും ആവശ്യമില്ല. അവരുടെ ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കാം. ഇങ്ങനെ ആധാർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ആ കുട്ടിക്ക് 5 വയസ്സ് എന്നാണോ പൂർത്തിയാകുന്നത് അന്ന് തന്നെ നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനൊരു അവസാന തീയതിയില്ല. നിങ്ങളുടെ കുട്ടിക്ക് എന്നാണോ 5 വയസ്സ് പൂർത്തിയാകുന്നത് ആ സമയത്തിനകം തന്നെ നിങ്ങൾ ഈ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും കുട്ടിക്ക് ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ലഭിക്കുകയുള്ളൂ. ഒരുപാട് ആനുകൂല്യങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾക്കും നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ 5 വയസ്സിന് ശേഷമുള്ള ഈ അപ്ഡേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുട്ടിക്ക് എന്നാണോ 15 വയസ്സ് പൂർത്തിയാകുന്നത് ആ 15 വയസ്സ് പൂർത്തിയാകുന്ന അന്നും ഇതുപോലത്തെ ഒരു അപ്ഡേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഒരുപാട് കുട്ടികളുടെ ആധാർ കാർഡ് ഇപ്പോൾ ഓഫീസിൽ വരാറുണ്ട്. അവരുടെ ആധാർ കാർഡ് നോക്കുന്ന സമയത്ത് കുട്ടിക്ക് ചിലപ്പോൾ 18ഉം 20ഉം വയസ്സായിട്ടുണ്ടാകും. ആ കുട്ടി സ്കൂൾ യൂണിഫോമിലുള്ള ഫോട്ടോയുള്ള ആധാർ കാർഡായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാവുക. ഇങ്ങനെ ആധാർ കാർഡാണ് പിന്നീട് അവർക്ക് അത് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ലഭിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുടെയും ആധാർ കാർഡ് ഒന്ന് ശ്രദ്ധിക്കുക. 5 വയസ്സിനെടുത്ത ആധാർ കാർഡാണെങ്കിൽ അതിനുശേഷവും 15 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് അതിനുശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇനി മുതിർന്ന ആളുകളുടേത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണ്. നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അത് ഒരു ആധികാരിക രേഖയില്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും അത്ര കാര്യമായി എടുത്തിരുന്ന രേഖയില്ല ആധാർ കാർഡ്. പിന്നീട് ഇങ്ങോട്ട് സർക്കാരിൻ്റെ ഏത് ആനുകൂല്യങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡ് നിങ്ങളൊരു 10 വർഷം പോലെ 5 വർഷം കഴിയുമ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാര്യമായിട്ട് തെറ്റുകളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സൗകര്യം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡ് മറ്റ് കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഫിംഗർ പ്രിൻ്റ് ഫോട്ടോ അനിശ്ചിതമാക്കിയ നമ്മുടെ മൊബൈൽ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ആധാർ കാർഡ് മൊബൈൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മുഖം ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനെല്ലാം നമ്മൾ ഈ ഒരു അപ്ഡേഷൻ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാലാണ് സർക്കാരിൻ്റെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭിക്കുക. പക്ഷേ ഒട്ടുമിക്ക ആളുകളും ഇപ്പോഴും ചെയ്യാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതിൽ അപകടകരമായ മറ്റൊരു കാര്യമുണ്ട്. ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം, നമ്മൾ സിം എടുക്കുകയും അതിലേക്ക് നമ്മൾ 6 മാസത്തോളം റീചാർജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിം കട്ടാവുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സിം ഒഴിവാക്കുകയും നമ്മൾ പുതിയ സിം എടുക്കുകയുമാണ് പല ആളുകളും ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് മറ്റൊരാളുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിലെ പണമിടപാടുകൾ നടത്താൻ വരെ നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഒരുപാട് ആളുടെ പെൻഷൻ അടക്കമുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിലെ ഫോട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം. ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡിലെ ഫോട്ടോ കൂടി മാറ്റാൻ നമ്മൾ ആവശ്യപ്പെടണം. എങ്കിൽ മാത്രമായിരിക്കും ആധാർ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ മാറി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആധാർ കാർഡുകളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കാറില്ല.
ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഇപ്പോൾ സ്കാനിങ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് PVC കാർഡ് സർക്കാർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് പോസ്റ്റൽ വഴി നമുക്ക് വരുത്താൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.